ഹായ് ഗായ്സ്, നമ്മുടെ അടുത്ത സെക്ഷൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സത്യം പറഞ്ഞ ഈ ചെമ്പനീർ പൂവ് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ചെമ്പനീർ പൂവ് രേവതിയുടെ വീട് അവിടെയാണ് ലൊക്കേഷൻ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ദർശന എന്ന് പറഞ്ഞ ചേച്ചിക്ക്, ദർശന ചേച്ചി, ആർട്ടിസ്റ്റ് ദർശന ചേച്ചി, ചേച്ചിയുടെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. നിൽക്കുന്ന ലൊക്കേഷൻ ചെമ്പനീർ പൂവ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഹായ് പറ. ഹായ്. ചുമ്മാടാ വീഡിയോ. ക്യാമറ ഗഗനമായ ചിന്തയിലാണ്. സീനുകൾ ഷോട്ടുകൾ വെട്ടുന്ന സാഹചര്യത്തിലാണ്. ഇത് കോമഡി സ്റ്റാർസ് വഴി ഫേമസ് ആയ സ്വപ്നമാണ്. ഇടയ്ക്കൊക്കെ മേക്കപ്പിന്റെ പണിയും ചെയ്യാറുണ്ട്. ലൊക്കേഷനിലെ അമ്മ സ്ഥിതി ചെയ്യുന്ന ഇടം. ഇവിടെ നിന്നാണ് ഷൂട്ടിന് ആവശ്യമായ ഫുഡ് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ അന്നദാതാവ്. എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുത്തിട്ട് ഒന്ന് ചായ കുടിക്കുന്ന ടൈമാണ്. ഇത് ആർട്ടിന്റെ സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ സീരിയലില് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പെട്ടികളിൽ കൊണ്ടുവന്ന് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പലതരം പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓരോ ഷൂട്ടിനും ഇതുപോലൊരു വലിയ ആർട്ട് ബോക്സും സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ കസേരയൊക്കെ പ്രൊഡക്ഷൻ്റെയാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയിട്ടായിരിക്കും പ്രൊഡക്ഷൻ വണ്ടിക്കകത്തായിരിക്കും ഇത് തിരിച്ചു പോണത്. വെറുതെ വിടടേ നിന്നെ ഫോളോ ചെയ്ത് ഞാൻ ജീവിക്കൂടാ. അതാണ് തുണി കൊടുത്ത ആൾക്കാരെ ജീവിക്കുന്നതാണ്. മേക്കപ്പ്, ഹെയർ. ഇതാണ് നമ്മുടെ ഡയറക്ടർ സർ ബിജു വർഗീസ്. ഇതാണ് ദർശന ചേച്ചി. ഇത് മോളായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. പിന്നെ ഷൂട്ടിങ് നടക്കുന്ന സമയത്തുള്ള വിഷ്വൽസ് നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. കാരണം അതെടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ ചാനലിൻ്റെ ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ വിഷ്വലൊന്നും എൻ്റെ ബ്ലോഗത്ത് കാണില്ല. പിന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ്, ലൊക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മളോരോ വിഷ്വലും കാണുന്നില്ലേ സീരിയലിലൊക്കെ. ഇങ്ങനെ കാണുന്ന വിഷ്വൽസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഔട്ട് സൈഡ് ലൈറ്റൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പിൻ ലൈറ്റ്, പിന്നെ ക്യാമറ ഇങ്ങനെയായിരിക്കും. ഈ രീതിയിലായിരിക്കും ലൈറ്റിൻ്റെ ഒരു സെറ്റിങ്. പിന്നെ കുറച്ച് പൂച്ചട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ആർട്ടുകാരൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് ഹൈ തെർമാണ്. ഈ തെർമോക്കോൾ ഇട്ടിട്ടാണ് പൊക്കം കുറഞ്ഞ നായിക, പൊക്കം കൂടിയ നായകനോട് അഭിനയിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ബക്കറ്റിൽ വെള്ളം കാണും. ഇതെല്ലാവർക്കും വെള്ളം കുടിക്കുന്നത് നമുക്കെടുത്തിട്ട് ആർക്ക് വേണം, അതായത് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളം കുടിക്കാം. എപ്പോഴും ഇതിൻ്റെ കുളിക്കും ചെയ്തിട്ടോണ്ടേയിരിക്കും. ഒരു ഷൂട്ടിനകത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്ന ഒരു 5-10 ആർട്ടിസ്റ്റ് മാത്രമല്ല, ക്യാമറയ്ക്ക് പിന്നിൽ ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതാണ് ക്യാമറയ്ക്ക് പിന്നിലുള്ള കഥകളും കളികളുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മേക്കപ്പ് സെക്ഷൻ. ഇപ്പോൾ മേക്കപ്പിന് പുറത്തോട്ട് പോയി, മേക്കപ്പ് അസിസ്റ്റന്റ് ഫുഡൊക്കെ കഴിക്കാൻ പോയി.
ഇതൊക്കെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ സാധനങ്ങളാണ്. സാധനങ്ങൾ, സ്റ്റിക്കുകൾ, പല പല സൊല്യൂഷൻസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ചിലർ പേഴ്സണലായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് എൻജിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, ഇവർക്ക് സപ്ലൈ ചില ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് സപ്ലൈ എടുക്കാറുണ്ട്, ചിലർ പുറത്തുനിന്ന് എടുത്ത് ചെയ്യാറുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാക്കയ്ക്കടുത്തുള്ള അമ്മച്ചി വീട് എന്ന് പറയുന്ന വീടാണ് ഈ ലൊക്കേഷൻ. ആ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ഹായ് പറയും. വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ഫ്രീ ആയ സമയത്താണ് ഞാൻ ഈ വ്ളോഗിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഇത്രയും ടൈം ഡിലേ ആയിപ്പോയി. നമ്മൾ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയായിരുന്നു. ഇപ്പൊ അബദ്ധങ്ങളൊന്നും പറയരുതേ, വീഡിയോ എടുക്കണേ. ഇപ്പൊ അബദ്ധങ്ങളൊന്നും പറയല്ലേ, വീഡിയോ എടുക്കണേ. ഫുഡ് കഴിക്കാനായി പോവുകയാണ്. നിങ്ങളെല്ലാവരും കാണുന്ന ചെമ്പനീർ പൂ സീരിയലിലെ മേക്കപ്പ് മാനാണിത്. ഈ പുള്ളിയെ നിങ്ങളാരും കാണാൻ വഴിയില്ല. ഇത് അങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരുന്ന ആൾക്കാരുണ്ട്. ക്യാമറയുടെ പിന്നിൽ ഈ ഒരു പ്രോജക്റ്റിനെയൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. ഞാനിന്ന് വന്നത് ദർശന ചേച്ചിയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ്. ഇതാണ് ദർശന ചേച്ചി, നമ്മളെ രേവതിയുടെ അമ്മ. സീരിയൽ കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും, രേവതിയുടെ അമ്മ ചെമ്പനീർ പൂവിലെ. രേവതി ഇതുവരെ വന്നിട്ടില്ല. രേവതിയുടെ അടുത്തൊരു ഹായ് പറയാം. ആരെയും മുഖം കാണിക്കാൻ മടിയാണ്, വിഷ്ണു കാണിക്കാൻ. ഇതാണ് ആർട്ടിസ്റ്റുകളെ സുന്ദരിയാക്കുന്ന സുന്ദരി. അത് കൈമാറ്റി ഒരു ഹായ് പറയണേ. അല്ല, വിഷ്വലിന്റെ ഫ്രണ്ടിൽ വരാൻ ഒരു താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എപ്പോഴെങ്കിലും ഇടയിലെവിടെയെങ്കിലും കിട്ടും, അപ്പൊ ആ സമയത്ത് കാണാം. അങ്ങനെ നാരങ്ങ വെള്ളം എത്തിയിരിക്കും സുഹൃത്തുക്കളെ. ഇതാണ് നാരങ്ങ വെള്ളം ബിസ്ക്കറ്റും 11 മണിക്കുള്ള സീരിയൽ ലൊക്കേഷനിലുള്ള പതിവാണ്. ലൊക്കേഷനകത്ത് പോലും പെറ്റി അടിക്കാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെക്കുന്ന കോസ്റ്റ്യൂമറാണ്. നമ്മുടെ സച്ചി എത്തിയിട്ടുണ്ട്. രേവതി എത്തിയിട്ടുണ്ട്. മേക്കപ്പ് ഇപ്പൊ കഴിച്ച് നമ്മുടെ രേവതി എത്തിയിട്ടുണ്ട്. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഈ രേവതി എത്തിയിട്ടുണ്ട് എന്നുള്ളത് 3ാമത്തെ ടേക്കിലാണ് കുട്ടി ഓക്കെ ആക്കിയിരിക്കുന്നത്. ഞാൻ കുറെ നേരം ഇവിടുന്ന് കൈ കാണിക്കുന്നു. കട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ച് ഇനി ഇടണം. അങ്ങനെ ഊണൊക്കെ വന്നു. ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞു ഗൈസ്. ഊണ് കഴിച്ചത് എടുക്കാൻ ഊണ് കഴിച്ചിട്ട് പോണ ഒരാളിനെ കാണിച്ചത്. ഇപ്പം ഈ ഊണ് കഴിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സാമിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ഒന്ന് തിരിയും. ഊണ് കഴിക്കാൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാളെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ ഊണ് കഴിക്കുന്നത് കാണിച്ചു ശരിയല്ല. കാരണം ഞാൻ എന്തൊക്കെ കഴിക്കണം എന്നുള്ള എല്ലാവരും കാണും. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. വെള്ളം കുടിക്കണമെങ്കിൽ കാണിച്ചു തരാം. ഹായ്, ആത്മാർത്ഥതയുടെ ഇത് നമ്മുടെ കൺട്രോളർ എക്സിക്യൂട്ടീവാണ്. അതായത് ലൊക്കേഷനിലുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവരാണ്. അങ്ങനെ ഇന്നത്തെ ഷൂട്ടിങ് വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എൻ്റെ ബ്ലോഗിങ്ങും വളരെ മോശമല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു ഹായ് പറയാനൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ കാര്യമുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാം.
ഞാൻ സച്ചിനെ വിഷമിപ്പിച്ചത് ഇത് തീരുമാനം വേണ്ടി ഞാൻ നിങ്ങൾ എല്ലാവരും വെക്കണം. ഇപ്പം കാണിക്കാൻ മടി കാണിച്ച ആളിനെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഹലോ, ഒരേ സമയം രണ്ട് ആംഗിളിൽ രണ്ട് സൈഡ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പർപ്പസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് മോണിറ്റർ ഒരേ സമയം തന്നെ ഡയറക്ടർ നോക്കാറുണ്ട്.